ഹലോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 8-ലെ സോഷ്യലാണ് കേട്ടോ. നല്ല ഫസ്റ്റ് ചാപ്റ്ററായ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതിൻ്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, കാണാം. നെക്സ്റ്റ് നോക്കൂ, ഉൽഗുലാനാണ് കേട്ടോ. ദ ഗ്രേറ്റ് ടെമൽറ്റ്. Like the Sandal rebellion, there were many other tribal riots in many parts of India. Ulgulan was a tribal riot that took place in the last decade of 19th century. അല്ലേ, ഈ സാന്താൾ കലാപം പോലെ തന്നെ, ഈ സാന്താൾ റിബല്യൻ പോലെ തന്നെ എന്താണ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും എന്താണ് ഈ ട്രൈബൽ റയോട്ട്സ് ഉണ്ടായി. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നടന്ന ഈ എന്താണ് ട്രൈബൽ റയോട്ടാണെന്ത് ഉൽഗുലാൻ എന്ന് പറയുന്നത് കേട്ടോ. 19th സെഞ്ച്വറിയിലെ അവസാനത്തിലാണെന്ത് ഈ ട്രൈബൽ റയോട്ട് ഉൽഗുലാൻ ഉണ്ടായത്. ഇത് എന്താണ് പിന്നെ അറിയപ്പെടുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ മുണ്ടൻ റിബല്യൻ അല്ലേ. ഇതെന്താണ് പിന്നെ ഇതിനെ മുണ്ട റിബല്യൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഉൽഗുലാൻ എന്നും മുണ്ട റിബല്യൻ എന്നും അറിയപ്പെടുന്നുണ്ട് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് എന്ത് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ എന്താണ് ഉൽഗുലാന്റെ മീൻ എന്താ, ഗ്രേറ്റ് അപ്രോർ ഓർ ഗ്രേറ്റ് അപ്ഹീൽ അല്ലെ, ഗ്രേറ്റ് അപ്ഹീൽ അതാണ് എന്ത് ഇതിന്റെ അർത്ഥം അല്ലെ. വലിയ കോലാഹലം അല്ലെങ്കിൽ എന്താ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ്യം സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് എന്ത് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ആരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്? ഈ മുണ്ട കിങ്ഡമായ മുണ്ട രാജ്യ അല്ലെ, ഇൻ ദ മുണ്ട ട്രൈബൽ ഏരിയ ഓഫ് എ പ്രസന്റ് ഡേ ഓഫ് ജാർഖണ്ഡിലെ ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് ഈ മുണ്ടരാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണിത് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ് ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിങ് അല്ലെ, ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും. ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മെർച്ചന്റേഴ്സ്, പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും എന്താണ് ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ. ഇതൊക്കെയാണെന്ത് ഈ കലാപത്തിന് കാരണം, റീസൺ അല്ലെ. ഈ റിബല്യന്റെ ഈ മുണ്ട ഉൽഗുലാൻ റിബല്യന്റെ അല്ലെങ്കിൽ എന്താണ് മുണ്ട റിബല്യന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിങ്ങും ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മെർച്ചന്റേഴ്സ് ഇതാണ് അല്ലേ. ഇനി നോക്കിയേ, ഇൻ 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി അല്ലെ. ബ്രിട്ടീഷ് പോലീസുമായിട്ട് എന്താക്കി പല സ്ഥലത്ത് വെച്ചിട്ട് എന്താണ് ഇവര് ഏറ്റുമുട്ടി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ എന്തായി കൊല്ലപ്പെട്ടു അല്ലെ. ബ്രിട്ടീഷ് പോലീസുമായിട്ടുള്ള യുദ്ധത്തിൽ എന്താക്കി ഈ ഗോത്ര വിഭാഗക്കാർ കുറെ ആൾക്കാർ റാഞ്ചിയിൽ നടന്ന വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു അല്ലെ. അവിടെ നിന്ന് എന്താക്കി ഈ ബിർസ മുണ്ട എന്താക്കി ബിർസ മുണ്ട എന്താക്കി തടവിലായില്ലേ, ഇംപ്രിസൺഡ് ആയില്ലേ. പിന്നെ അവിടെ നിന്ന് തന്നെ എന്താക്കി മരിച്ചും ചെയ്തു, ഡൈയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. കണ്ട മുണ്ട റിബല്യനെ എന്താക്കി ഇവര് ബ്രിട്ടീഷുകാർ ബ്രൂട്ടലി സപ്രസ് ചെയ്തു അല്ലെ ബ്രിട്ടീഷുകാർ. അപ്പം എല്ലാത്തിനും എന്താണ് ബ്രിട്ടീഷുകാർ ക്രൂരമായിട്ട് എന്താണ് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. നോക്കിയാൽ ഇതാണ് ബിർസ മുണ്ട കേട്ടോ. ഇയാളാണ് എന്ത് ബിർസ മുണ്ട. ആരാണ് ബിർസ മുണ്ട നോക്കിയാ, ഈ ബിർസ മുണ്ടേസ് ബർത്ത്ഡേ November 15 ഈസ് ഒബ്സർവ്ഡ് എ ജനജാതീയ ഗൗരവ ദിവസ് ട്രൈബൽ പ്രൈഡ് ഡേ ഇൻ ഇന്ത്യ ഫ്രം 2021 ഓൺവാർഡ്സ്. അപ്പോൾ ബിർസ മുണ്ട എന്താണ് മുണ്ടയുടെ ഈ ജന്മദിനമായ November 15 എന്താണ് ജനജാതീയ ഗൗരവ് ദിവസ് ഗോത്രാഭിമാന ദിനം ആയി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്രജനതയുടെ നേതാവാണ് ഈ ബിർസ മുണ്ട. എവിടെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ വരെ ഫോട്ടോ ഉണ്ട് അല്ലേ ബിർസ മുണ്ടയുടെ. അപ്പം ഈ ട്രൈബൽ ലീഡറായ ബിർസ മുണ്ടയുടെ ബിർസ മുണ്ടയുടെ ഛായാചിത്രം എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ട്. പിന്നെന്താണ് ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണിത് ഗാന്ധി സെ പെഹലെ ഗാന്ധി എന്താരാ എഴുതിയത്, ഇക്ബാൽ ദുറാനി എഴുതിയതാണ് അല്ലെ ബിർസ മുണ്ടയെ കുറിച്ചിട്ട്. പിന്നെന്താണ് ഇവിടെ നോക്കിയേ, ബിർസ മുണ്ടയെ
കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണിത് ആരണ്യർ അധികാർ. ആരണ്യർ അധികാർ എന്ന് പറഞ്ഞത് ആരാണ്? ആരണ്യർ അധികാർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ആരാണ്? മഹാശ്വേത ദേവി അല്ലേ? ബിർസ മുണ്ടയെ കുറിച്ചിട്ടാണ് അല്ലേ സെൻട്രൽ ക്യാരക്ടറാക്കിയത്. ആരണ്യർ അധികാറിലുണ്ട് എഴുതി. ആരണ്യർ അധികാർ എന്ന് പറഞ്ഞ കൃതിയിൽ ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് മഹാശ്വേത ദേവി രചിച്ചിട്ടുണ്ട്. അതുപോലെ എന്താണ് ഗാന്ധി സെ പെഹലെ ഗാന്ധി എഴുതിയ ആരാ? ഇക്ബാൽ ദുറാനിയാണ് അല്ലേ ബിർസയെ കുറിച്ചിട്ട് അല്ലേ? ബിർസേനെ സെൻട്രൽ കഥാപാത്രമാക്കിയിട്ട് രചിച്ച കൃതിയാണിത് ഗാന്ധി സെ പെഹലെ ഗാന്ധിയും അതുപോലെ എന്താണ് ആരണ്യർ അധികാറും. ഓക്കെ, ഇനി നോക്കിയവിടെ അപ്പോൾ കുറിച്യ റിബല്യൻ, Paharia rebellion, Kol rebellion, Bhil rebellion and Khasi rebellion are some of the tribal rebellions that took place in different parts of India against the British. ബ്രിട്ടീഷുകാർക്കെതിരെ എന്തൊക്കെ യുദ്ധങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് നോക്കിയേ. കുറിച്യ റിബല്യന്, പഹാരിയ റിബല്യന്, പിന്നെന്താണ് കോൾ റിബല്യൻ, പിന്നെ ബീൽ റിബല്യൻ ആൻഡ് കാസി റിബല്യൻ തുടങ്ങിയ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ് അല്ലേ. എന്താണ് ട്രൈബൽ റിബല്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ ട്രൈബൽ റിബല്യൻസ് ആണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നത്. ഓക്കെ, ദ അപ്രോർ ഓഫ് ബാറ്റിൽ എന്താണ് പോരാട്ടത്തിന്റെ ഗർജനം. The policies of British also affected the Polygars, the military leaders of Tamil Nadu. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളിഗർമാരെയും ബാധിച്ചു. ആരെ പോളിഗർ നോക്കിയാ പോളിഗർ. The English word polygar is derived from the Tamil word palayakar meaning camp or military camp. പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന എന്താണ് പാളയം അല്ലെ. പാളയം അല്ലെങ്കിൽ എന്താണ് സൈനിക താവളം എന്ന അർത്ഥം വരുന്ന എന്താണ് പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് ഇത് പോളിഗർ എന്ന പദം ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ പാളയക്കാർ എന്ന് പറഞ്ഞാൽ തമിഴ് വേർഡാണ് അല്ലേ. അതെന്താ അതിൻ്റെ അർത്ഥം ക്യാമ്പ് ഓർ മിലിറ്ററി ക്യാമ്പ് അല്ലേ. അതിൽ നിന്നാണ് എന്ത് ഈ പോളിഗർ എന്ന് പറഞ്ഞ വാക്കുണ്ടായത്. ദെൻ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അല്ലേ നമ്മൾ കേട്ടിട്ട് നമ്മൾ അറിയുന്ന ആളാണല്ലേ. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗർ ആയിരുന്ന ആര്? വീരപാണ്ഡ്യ കട്ടബൊമ്മനും അതുപോലെ ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു അല്ലേ. ജനങ്ങളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു ഈ കട്ടബൊമ്മൻ ഉണ്ടായിരുന്നത്. ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും ഈ ടാക്സ് കളക്ഷൻ ഉണ്ടല്ലോ അതും പോളിഗറുടെ ചുമതലയായിരുന്നു അല്ലെ. പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങിയെങ്കിലും എന്താണ് ഈ ജനങ്ങൾ പാഞ്ചാലം കുറിച്ചിയിലെ ഭരണാധികാരി എന്താക്കി ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി അല്ലെ. എങ്കിലും കട്ടബൊമ്മൻ അതിന് തയ്യാറായില്ല. നിലവിലുള്ള നികുതി എന്താണ് വർദ്ധിപ്പിച്ച് ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചില്ലേ. നിലവിലുള്ള അല്ലെങ്കിൽ ടാക്സ് കൂടുതലാണ് അല്ലേ, അത് പിന്നെയും വർദ്ധിപ്പിച്ചില്ലേ. അത് ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി അല്ലേ. നികുതി പിരിവിനെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു എന്ത് ഈ കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാരുടെ ശത്രുവാക്കിയത്. ഈ നികുതി ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ ഈ നികുതി പിരിവിനെ ചോദ്യം ചെയ്ത് ആരാ? കട്ടബൊമ്മൻ ചോദ്യം ചെയ്തു അല്ലേ. ആര്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്താക്കി ഈ നികുതി പിരിവിനെതിരെ ചോദ്യം ചെയ്തു. പിരിവിനെ ചോദ്യം ചെയ്തു. അപ്പോൾ എന്താക്കി ബ്രിട്ടീഷുകാരുടെ ശത്രുവായി ആര്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അല്ലേ. അപ്പോൾ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെ എന്താക്കി പോരാടിയിട്ട് വീരമൃത്യു വരിച്ചു അല്ലേ. ഇദ്ദേഹമാണ് എന്ത് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഓക്കെ, നോക്കൂ, ഇത് വെല്ലൂർ മുട്ടീനി. എന്താണ്? വെല്ലൂർ കലാപം അല്ലേ. ഇത് വെല്ലൂർ കലാപ സ്മാരകമാണ് കേട്ടത്. എന്താണ്? വെല്ലൂർ മുട്ടിനി മെമ്മോറിയൽ അല്ലേ. വെല്ലൂർ മുട്ടിനി ഇൻ തമിഴ്നാട് വാസ് ദ ഫസ്റ്റ് മിലിറ്ററി റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ എന്താണ് മിലിറ്ററി റിവോൾട്ടായിരുന്നു എന്ത് ഈ തമിഴ്നാട്ടിലെ വെല്ലൂർ മ്യൂട്ടിനി അല്ലേ. പിന്നെന്താണ്? വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് എന്ത് ഈ കലാപത്തിന് നേതൃത്വം നൽകി അല്ലെ. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് എന്ത് ഈ റിവോൾട്ടിന് എന്താക്കി നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു എന്ത് കലാപത്തിന്റെ പ്രധാന കാരണം അല്ലെ.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താക്കി, ഇന്ത്യൻ സൈനികരും ഉണ്ടാവില്ല, വരെ ബ്രിട്ടീഷ് സൈനികരും ഉണ്ടാവില്ലേ, അതിൽ എന്താണ് ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ എന്താക്കി മാറ്റങ്ങൾ വരുത്തി അല്ലേ. അപ്പോൾ അതായിരുന്നു എന്ത് ഈ കലാപത്തിന് പ്രധാന കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് എന്താണ് വെല്ലൂർ കലാപം ഒരു പ്രചോദനമായി. 1806 എന്തായി നടന്ന ഈ കലാപം ബ്രിട്ടീഷുകാർ എന്താക്കി അടിച്ചമർത്തി. പക്ഷേ എന്താണ് ആ തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം എന്താക്കി പ്രചോദനമായി. നോക്കൂ, ആറ്റിങ്ങൽ കലാപമാണ് കേട്ടോ. അത് ആറ്റിങ്ങൽ റിവോൾട്ട്. ആറ്റിങ്ങൽ റിവോൾട്ട് ഇൻ 1721 വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ഒരു എന്താണ് ഓർഗനൈസ്ഡ് റിബല്യൻ ആയിരുന്നത്. ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൻ ആണിത് ആറ്റിങ്ങൽ റിവോൾട്ട് അല്ലേ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ എന്താക്കി മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ എന്താണ് ഗിഫോൾഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണെന്ത് ഈ സംഘർഷത്തിനിടയാക്കിയത്. ഈ സംഘത്തെ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞ ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമാണിത് ഈ ആറ്റിങ്ങൽ കലാപം അല്ലേ. അന്ന് എന്താണ് 1721 ഈ ആറ്റിങ്ങൽ റിവോൾട്ട് നടന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, അന്നൊക്കെ ഈ ആറ്റിങ്ങൽ റാണിക്ക് എന്താണ് ഈ എല്ലാ പുതുവർഷത്തിലും പ്രൈസുകൾ അല്ലെ സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു, റിവാർഡ്സ് കൊടുക്കുമായിരുന്നു ഈ ബ്രിട്ടീഷുകാർ. അതന്നും അവർ കൊടുക്കാൻ നോക്കിയപ്പോൾ എന്താക്കി അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നിട്ട് എന്താക്കി നാട്ടുപ്രമാണിമാരെ കൊടുക്കണ്ടെന്ന് എതിർത്ത്. പക്ഷെ അവരൊക്കെ എന്താണ് ഞങ്ങൾ നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ എന്താണ് വകവയ്ക്കാതെ മൈൻഡ് ചെയ്യാതെ എന്താക്കി ഗിഫോൾഡിന്റെ നേതൃത്വത്തിലുള്ള എന്താണ് 140ഓളം ബ്രിട്ടീഷുകാരെന്താക്കി ഈ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായിട്ട് വന്നു അല്ലേ. അപ്പോൾ അവരെയൊക്കെ എന്താക്കി അവരെ ഒന്നും നോക്കാതെ അല്ലേ ഗിഫ്റ്റ് ആയിട്ട് വന്ന് അവരെന്താക്കി എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ക്ലാസ്സോ കളറോ കാസ്റ്റോ റിലീജിയൻ ഒന്നും നോക്കാതെ ഒക്കെ എല്ലാവരും എന്താക്കി അന്ന് കൊന്നു അല്ലേ. അപ്പോൾ ബ്രിട്ടീഷ് ഫോർട്ട് 5 തെങ്ങ് വാസ് സറൗണ്ടഡ് ആൻഡ് ബ്ലോക്കേഡഡ് അല്ലേ. എന്താണ് അപ്പോൾ ആ സംഘർഷത്തിൽ എന്താണ് കുറേ ആൾക്കാർ മരിച്ചു അല്ലേ, കുറേ ആൾക്കാരല്ല ആ സംഘം മൊത്തം മരിച്ചു അല്ലേ. അങ്ങനെ എന്താക്കി 5 തെങ്ങിനെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് എന്താക്കി ഉപരോധവും ഏർപ്പെടുത്തി അല്ലേ. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭമാണിത് ഈ ആറ്റിങ്ങൽ കലാപം കേട്ടോ. കേരളത്തിൽ നടന്ന ആദ്യത്തെ ഒരു റിവോൾട്ടാണിത് ആറ്റിങ്ങൽ കലാപം. ഇത് ഓൺവേർഡ് മൂവ്മെന്റ് ഓഫ് വുമൺ. ഇനി എന്താണ് ഓൺവേർഡ് മൂവ്മെന്റ് ഓഫ് വുമൺ, സ്ത്രീ മുന്നേറ്റം അല്ലേ. ബ്രിട്ടീഷ് പോളിസീസ് ഓൾസോ അഫക്റ്റഡ് ദ റൂളേഴ്സ് ഓഫ് ഇന്ത്യ. കിട്ടൂർ റാണി ചിന്നമ്മ വാസ് എ ബ്രേവ് വുമൺ ഹു ടുക്ക് അപ്പ് ആംസ് ആൻഡ് ഫോട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് അല്ലേ. ഇവരാണെന്ത് കിട്ടൂർ റാണി ചെന്നമ്മ അല്ലേ, ചിന്നമ്മ അല്ലേ. എന്താണ് കിട്ടൂർ റാണി ചെന്നമ്മ. അപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ എന്താണ് ഭരണാധികാരികളെയും ബാധിച്ചു അല്ലേ. ബ്രിട്ടീഷുകാരുടെ ഈ പോളിസീസ് എന്താക്കി ഇന്ത്യയിലുള്ള റൂളേഴ്സിനെ ഒക്കെ വരെ ബാധിച്ചു അല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയായിരുന്നു ആര് കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു എന്ത് കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. നമ്മൾ പഠിച്ചില്ലേ ആംഗ്ലോ മറാത്ത പഠിച്ചില്ലേ. അപ്പോൾ എന്താണ് അപ്പോൾ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ എന്താണ് ബ്രിട്ടീഷുകാർ വിജയിച്ചു അല്ലേ, മറ്റവരെ തോൽപ്പിച്ച് ആ സ്ഥലമൊക്കെ കൈയടിക്കല്ലോ. അപ്പോൾ ഈ കിട്ടൂർ പ്രദേശം എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി അല്ലേ. അപ്പോൾ ശിവലിംഗ രുദ്ര
ദേശായി ആയിരുന്നത് കിട്ടൂരിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പൊ ആ രാജാവ് മരിച്ചപ്പോൾ എന്താക്കി, വിധവയായി ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചില്ലേ. പക്ഷെ ഇതെന്തായി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താക്കി തടഞ്ഞു അല്ലേ. കാരണം എന്താണ്, ഈ ചെന്നമ്മ ആൺകുട്ടിയെ ദത്തെടുത്താൽ ആ ആൺകുട്ടിക്ക് പോകൂലേ. അപ്പം അത് തടഞ്ഞു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അല്ലേ. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ എന്താക്കി, റാണി ചെന്നമ്മ മരണപ്പെട്ടു. ഓക്കെ. അപ്പൊ റാണി ചെന്നമ്മ എന്താക്കി, മരിച്ചു അല്ലേ. Complete the flowchart by analyzing the revolt that took place in India against the British. Anti-British revolt. ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ വിശകലനം ചെയ്തിട്ട് എന്താക്കുക, ഈ ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ അല്ലെ, ആന്റി ബ്രിട്ടീഷ് റിവോൾട്ട്, പെസൻസ് റിബല്യൻ, പിന്നെന്താ വേറെ എന്തൊക്കെയാണ് നടന്നത്. അപ്പോൾ ആന്റി ബ്രിട്ടീഷ് റിവോൾട്ടിൽ പെസൻസ് റിബല്യന്, പിന്നെന്താ നോക്കിയേ, ട്രൈബൽ റിബല്യൻ, പിന്നെ റിബല്യൻ ലെഡ് ബൈ മിലിറ്ററി ലീഡേഴ്സ്, റിബല്യൻ ലെഡ് ബൈ വുമൺ, പോപ്പുലർ റിബല്യൻ അല്ലേ. അതിൽ പെസൻസ് റിബല്യൻ, സന്യാസി ഫക്കീർ റിബല്യൻ, നീലം പെസൻറ്റ് റിവോൾട്ട്. ട്രൈബൽ റിബല്യനിൽ സാന്താൾ റിബല്യനും ഉൽഗുലാൻ മുണ്ട റിബല്യനും. പിന്നെ റിബല്യൻ ലെഡ് ബൈ മിലിറ്ററി ലീഡേഴ്സിലെ പോളിഗർ റിബല്യൻ, റിബല്യൻ ലെഡ് ബൈ വുമൺ കിട്ടൂർ റിബല്യൻ, പോപ്പുലർ റിബല്യൻ ആറ്റിങ്ങൽ റിവോൾട്ട്. ഓക്കെ. അടുത്ത് നോക്കിയേ, ദ സ്റ്റോം ദാറ്റ് ഷുക്ക് ദ ബ്രിട്ടീഷ് എംപയർ. എന്താണ് ഇവിടെ പറയുന്നത്, ബ്രിട്ടീഷ് എംപയറിനെ പിടിച്ചു കുലുക്കിയ എന്താണ്, കൊടുങ്കാറ്റ് അല്ലേ. സ്റ്റോം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ എന്താണ്, സ്റ്റോം, കൊടുങ്കാറ്റ് അല്ലേ. ദ KSICL ഹിസ്റ്ററി ഓഫ് നാഷണൽ ഫ്രീഡം സ്ട്രഗിൾ ഫോർ ചിൽഡ്രൻ. എന്താണ് KSICL, ദേശീയ സ്വതന്ത്ര സമചരിത്രം കുട്ടികൾക്ക് ഉള്ളതാണ് അല്ലേ. കൻവറും എന്താണ്, കൻവർ അല്ലേ, കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീന്തി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത്. കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരയിൽ തിരികെ കടാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാത്മാവിന് അത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശിയെറിഞ്ഞത്. ഓക്കെ. കൻവർ സിംഗ് ആണ് അല്ലേ, അദ്ദേഹമാണ് കൻവർ സിംഗ്. അപ്പം എന്താണ്, ഈ യൂസ്ലെസ് ആയിട്ടുള്ള ആം എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടില്ലേ. അദ്ദേഹത്തിന് വെടിയേറ്റപ്പോൾ എന്താ, അദ്ദേഹത്തിൻ്റെ കൈക്ക വെടിയേറ്റില്ലേ, തൂങ്ങിക്കഴിയില്ലേ. അപ്പം എന്താണ്, ഒട്ടും മടിച്ചു നിൽക്കാതെ അദ്ദേഹം എന്താ പറഞ്ഞത്, എനിക്ക് ഈ യൂസ്ലെസ് ആയിട്ടുള്ള ആം ആവശ്യമില്ല, ഇത് ഞാൻ എന്താണ്, ഇത് ഗംഗാമാതാവിന് തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. മുറിച്ചെടുത്ത ഈ അവയവഭാഗം എന്തായി, ഈ നദിയിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു അല്ലേ. ഏത് നദിയാണത്, ഗംഗാമാതാവിന് അല്ലേ, ഗംഗാ നദി. ഓക്കെ. അപ്പോൾ ദീസ് ആർ ദ വേർഡ്സ് അബൌട്ട് ദ ബ്രേവറി ഓഫ് കൻവർ സിംഗ് ഹു ഫോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ദ റിവോൾട്ട് ഓഫ് 1857 അല്ലേ. അപ്പോൾ ഈ 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെക്കുറിച്ചുള്ള വാക്കുകളാണിത്. എന്തിനായിരിക്കാം കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ അല്ലെ. അത്തരം പോരാട്ടങ്ങളെ എല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വതന്ത്ര സമരമായി വിശേഷിപ്പിക്കുന്നു അല്ലെ. അപ്പോൾ എന്താണ് ഇതെന്താണ്, ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യസ് ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്നുള്ളതിൽ എന്താക്കി എല്ലാവരും ഹിസ്റ്റോറിയൻസ് എന്താക്കി അത് കൺസിഡർ ചെയ്തു അല്ലേ. എന്താ അവിടെ സംഭവിച്ചത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ എന്താണ് ഇന്ത്യയുടെ പല ഭാഗത്ത് എന്താണ് ഇങ്ങനെ പോരാട്ടങ്ങൾ ഉണ്ടായി അല്ലേ. അത്തരം പോരാട്ടങ്ങളെ എല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി അല്ലേ. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന ഈ സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹിസ്റ്റോറിയൻസ് എന്താക്കി, ഈ റിബല്യനെ, ഈ റിവോൾട്ടിനെ എന്താക്കി, അവർ ഇന്ത്യസ് ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞതിൽ വിശേഷിപ്പിച്ചു അല്ലെ.
സാധാരണക്കാർ. ആരൊക്കെ? ഇറ്റ് വാസ് ഫസ്റ്റ് ആന്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ വിച്ച് വേരിയസ് സെക്ഷൻസ് ഇൻ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് നേറ്റീവ്സ്, പെസൻസ്, ആർട്ടിസൻസ്, നേറ്റീവ് കിങ്സ്, സോൾജിയേഴ്സ് ആൻഡ് ലാൻഡ് ലോർഡ്സ് ടുക്ക് പാർട്ട്. അല്ലേ? ആരൊക്കെയാണ് അതിൽ ഉണ്ടായത്, പങ്കെടുത്തത്? അതിൽ സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നത് ഇത്. അല്ലേ? ഈ വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കും? അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ കുറേ കണ്ടു അല്ലേ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തത് എങ്ങനെയെന്നും ഒക്കെ അല്ലേ. അതിലൊക്കെ ഇതാക്കിയിട്ട് ആൾക്കാരെന്താക്കി സംഘടിപ്പിച്ച് ഒരു കലാപം തന്നെ നടത്തുകയാണ് അല്ലേ, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട്. ഓക്കെ, പിന്നെന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ലെഡ് ദ റിവോൾട്ട്. അല്ലേ? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഈ ഭരണ പരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു എന്ത്? ഈ അലിയൻസ്, എന്താ, സബ്സിഡിയറി അലിയൻസ് പോളിസിയും ഡോക്ട്രൈൻ ഓഫ് ലാപ്സും. എന്താണ് 2 പോളിസിയാണ് ബ്രിട്ടീഷ് പോളിസീസ്. ഏതൊക്കെയാണ്? ഓക്കെ, 2 ബ്രിട്ടീഷ് പോളിസി ഇത്. ഏതാ? സബ്സിഡിയറി അലിയൻസ് പോളിസിയും ദ ഡോക്ട്രെയിൻ ഓഫ് ലാപ്സും. അല്ലേ? അത് എന്താണ്? എന്താ ഡോക്ട്രെയിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞാൽ? ദത്താവകാശ നിരോധന നിയമം. അല്ലേ? അതുപോലെ എന്താണ്? സൈനിക സഹായ വ്യവസ്ഥയും. ഇത് 2 ബ്രിട്ടീഷ് പോളിസി എന്താണ് ഒക്കെ എന്താക്കി ഈ കലാപത്തിന് കാരണമായി. അല്ലേ? ദ സബ്സിഡിയറി അലിയൻസ് പോളിസി എന്താന്ന് നോക്കാം നമുക്ക്. എന്താണ്? The subsidiary alliance policy was a plan implemented by Lord Wellesley, who was the Governor General for the expansion of the British Empire in India and to strengthen its sovereignty. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന ഈ വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. അല്ലെ? ബ്രിട്ടീഷുകാരായിട്ട് എന്താ സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ എന്താക്കിയ ചില പോളിസീസ് ഉണ്ട്, ചില കണ്ടീഷൻസ് എന്താണ് പാലിക്കണം. എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് നോക്കിയാൽ? ഒന്ന്, ദ പ്രിൻസ്ലി സ്റ്റേറ്റ് വിച്ച് എൻറ്റേർഡ് ഇൻ ദ സബ്സിഡിയറി അലയൻസ് പോളിസി ഷുഡ് കീപ് 1 യൂണിറ്റ് ഓഫ് ദ ആർമി ഓഫ് ദ കമ്പനി പെർമനന്റ്ലി വിത്തിൻ ഇറ്റ്സ് കിങ്ഡം. എന്താണ്? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന ഈ നാട്ടുരാജാവ് എന്താണ്? കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. അതാണ്. പിന്നെ എന്താണ്? ഓൾ ദ എക്സ്പെൻസ് ഓഫ് ദ കമ്പനീസ് ട്രൂപ്സ് വാസ് ടു ബി ബോൺ ബൈ ദ അലൈഡ് കിങ്. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും എന്താണ്? സംഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് തന്നെ വഹിക്കണം. അല്ലെ? എന്താ ഒന്നാമത് പറഞ്ഞ? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന ഈ രാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ തന്നെ എന്താണ്? സ്ഥിരമായിട്ട് പാർപ്പിക്കണം അവരെ. പിന്നെ രണ്ടാമത്തെ പറഞ്ഞെന്താ? കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചെലവും എന്താണ്? ഇതിൽ ഏർപ്പെടുന്ന ഈ രാജാവ് എല്ലാ എക്സ്പെൻസും എന്താണ്? എല്ലാ എക്സ്പെൻസും വഹിക്കണം. അല്ലെ? എല്ലാ ഇതും വഹിക്കണം. അതുപോലെ എന്താണ്? മൂന്നാമത്തെ നോക്കിയാൽ ദ അലൈഡ് കിങ് മസ്റ്റ് നോട്ട് എൻ്റർ ഇൻടു അലയൻസസ് വിത്ത് അതർ യൂറോപ്യൻ കൺട്രീസ് വിത്തൗട്ട് ദ കമ്പനീസ് അപ്രൂവൽ. അപ്പം എന്താ? കമ്പനിയുടെ അനുമതി ഇല്ലാതെ കമ്പനിയുടെ എന്താണ് അപ്രൂവൽ ഇല്ലാതെ എന്താണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. അല്ലെ? നോ ആക്ഷൻ ഷുഡ് ബി ടേക്കൺ ബൈ ദ അലൈഡ് കിങ് വിത്തൗട്ട് കൺസൾട്ടിങ് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. എന്താണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും ഈ സംഖ്യ രാജാവ് നടപ്പിലാക്കാൻ പാടില്ല. ഒക്കെ ഓരോ കൺട്രോളിൽ ആക്കുകയാണ് അല്ലേ ഈ ബ്രിട്ടീഷുകാർ. അപ്പോൾ ബ്രിട്ടീഷ് ഗവർണർ എന്താണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടി എന്താണ് ഈ രാജാവ് നടപ്പിലാക്കാൻ പാടില്ല. നോ ആക്ഷൻ ഷുഡ് ബി. പിന്നെന്താണ് ഇവിടെ? ദ അലൈഡ് കിങ് മസ്റ്റ് പ്രൊവൈഡ് അക്കോമഡേഷൻ ഫോർ എ ബ്രിട്ടീഷ് റെസിഡന്റ് ഇൻ ഹിസ് കൺട്രി. അതുപോലെ ഈ രാജാവ് എന്താക്കണം? ഈ സംഖ്യ രാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡൻസിനെ താമസിപ്പിക്കണം. പിന്നെന്താണ്? ഇഫ് ദിസ് കണ്ടീഷൻ വേർ വയലേറ്റഡ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വുഡ് ബി അനെക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് എന്താണ്? പിടിച്ചെടുക്കാൻ പറ്റും. അല്ലേ? അവർക്ക് ഈ രാജ്യത്തെ എന്താകും? പിടിച്ചെടുക്കുന്നതാണ്. അല്ലേ? ഈ കണ്ടീഷൻസ് ഒക്കെ ആയതുകൊണ്ടാണ് എന്ത് ഈ പല വ്യവസ്ഥകളും ഒരു ബ്രിട്ടീഷുകാർ എന്താക്കി നാട്ടുരാജ്യങ്ങൾക്ക് നൽകിയില്ലേ. അതുകൊണ്ടാണ് എന്ത് ഈ സൈനിക സഹായ വ്യവസ്ഥ പറഞ്ഞ ഈ ഇതിൽ എന്താക്കി അവർക്ക് യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നത്. അല്ലേ? ഈ സൈനിക സഹായ വ്യവസ്ഥ 2 പോളിസിയാന്ന് പറഞ്ഞില്ലേ? 2 ബ്രിട്ടീഷ് നയങ്ങൾ പറഞ്ഞു അല്ലേ? അതിൽ ഒന്നാണ് എന്ത്? ഈ സബ്സിഡിയറി അലിയൻസ് പോളിസി. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇത് കാരണമാണ് എന്ത്
ഇതുണ്ടാവാൻ കാരണം അല്ലേ, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ രാജാക്കന്മാരൊക്കെ തിരിയാൻ കാരണം. ഇനി നോക്കി അടുത്തത് ഡോക്ട്രീൻ ഓഫ് ലാബ്സ്. എന്താ നോക്കിയ രണ്ടാമത്തെ പോളിസിയാണ് ഇതിലെ. ഈ ബ്രിട്ടീഷ് എന്താണ് രണ്ട് നിയമങ്ങൾ എന്താണ് രണ്ട് ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയല്ലോ, അതൊക്കെയാണ് കലാപത്തിന് കാരണമായതെന്ന് പറഞ്ഞില്ല. അതിൽ രണ്ടാമത്താണ് എന്താ ഡോക്ട്രീൻ ഓഫ് ലാബ്സ്. എന്താണ് ഡോക്ട്രീൻ ഓഫ് ലാബ്സ്? ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രാജ്യത്തെ രാജാവ് അവർക്ക് ഒരു ആൺകുട്ടികൾ ഇല്ലെങ്കിൽ എന്താണ് ആൺകുട്ടി ഇല്ലാതെ ആ രാജാവ് മരിച്ചതിന് ശേഷം അപ്പോൾ വേറൊരു കുടുംബത്തിൽ നിന്ന് എന്താണ് ഒരു ആൺകുട്ടിയെ ദത്തെടുത്തിട്ട് എന്താണ് ഇതിലേക്ക് രാജാവിൻ്റെ മോനായി വളർത്തും അല്ലേ. എന്നാൽ എന്താണ് ബ്രിട്ടീഷ് ഗവർണർ എന്നിട്ട് ആ കുട്ടീനെ എന്താക്കുക രാജാവാക്കുക അല്ലേ. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു എന്താക്കി നടപ്പിലാക്കിയ ഈ ഡോക്ട്രീൻ ഓഫ് ലാബ്സ് ദത്തവകാശ നിരോധന നിയമപ്രകാരം എന്താണ് ദത്തെടുക്കാനുള്ള രാജാവിൻ്റെ അധികാരം ഇല്ലാതായി അല്ലേ. അപ്പം അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യം എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാകും. അപ്പം ചെന്നമ്മ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചില്ലേ, അവർ എന്താണ് ഈ കുട്ടീനെ ദത്തെടുക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ ഇവരുടെ ഈ സ്വത്തും ഈ രാജ്യമൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇവരെ ദത്തെടുക്കാൻ സമ്മതിക്കാത്തത് അല്ലേ. ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു അല്ലേ. ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം എന്താക്കി ഒരുപാട് രാജ്യങ്ങൾ എന്താക്കി ഈ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് അവധ് ഔദ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഒരു സ്ഥലത്ത് എന്താണ് ദുർഭരണം എന്നും പറഞ്ഞിട്ട് അല്ലേ, മിസ്റൂൾ ആണ് അവിടെ എന്നും പറഞ്ഞിട്ട് എന്താക്കി ആ സ്ഥലവും എന്താക്കി രാജാവ് എന്താണ് ഈ ബ്രിട്ടീഷ് ഇന്ത്യ എന്താക്കി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടന്നത് നമുക്ക് അറിയുന്നില്ല. ഇത് എന്താണ് ഹിസ്റ്ററിയിലൂടെയൊക്കെയാണ് നമ്മൾ അറിയുന്നത് അല്ലേ, ഈ സോഷ്യലിലൂടെയാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത് അല്ലേ. നിങ്ങളിതൊക്കെ അറിയായിരുന്നോ ആദ്യം? ഇല്ല അല്ലേ. കുറച്ച് കുട്ടികൾക്ക് അറിയാൻ മതിയാവും, ചിലർക്കൊന്നും അറിയാനുണ്ടാവില്ല അല്ലേ. നോക്കൂ ഇയാളാണ് മംഗൾ പാണ്ഡെ കേട്ടോ. ഇവരാണ് ആര്? ഝാൻസി റാണി ലക്ഷ്മിബായി, പിന്നെ ബഹദൂർ ഷാ ടു അല്ലേ. ഇവരൊക്കെ കേട്ടിട്ടില്ലേ? Another reason for the revolt of 1857 was the dissatisfaction of the Indian soldier of the East India Company with the British. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന അതൃപ്തിയായിരുന്നു അല്ലേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് എന്താണ് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന ഒരു താല്പര്യമില്ലായ്മയായിരുന്നു 1857 കലാപത്തിന് മറ്റൊരു കാരണം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത് അല്ലേ. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഈ ഇന്ത്യൻ സൈനികർക്ക് എന്താക്കി കുറഞ്ഞ വേതനം കൊടുത്തു, പിന്നെ നല്ല ഭക്ഷണമൊന്നും കൊടുത്തില്ല, താമസ സൗകര്യമൊക്കെ മോശമായിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. ഈ അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചാരണം സൈനികർക്കിടയിലുണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂരിലെ സൈനികരായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികരെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലെത്തി. അപ്പം നോക്കിയാൽ അപ്പോൾ ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് സോൾജിയേഴ്സിൽ എന്താണ് ഇന്ത്യൻ സോൾജിയേഴ്സ് ഉണ്ടായില്ലേ, അവർക്ക് എന്താണ് അവർക്ക് പൈസ ഒക്കെ കുറവ് കൊടുത്തു, പിന്നെ എന്താണ് അതുപോലെ ഫുഡും അത് എന്താണ് മോശമായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ അവർക്ക് അക്കോമഡേഷൻ റൂം സൗകര്യവും മോശമായിരുന്നു അല്ലേ. അപ്പോൾ ഇതിലൊക്കെ എന്താക്കി അവർക്ക് ഇവരോട് എന്താണ് ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. ആരോട്? ഈ ബ്രിട്ടീഷുകാരോട് അല്ലേ. പിന്നെന്താണ് എന്താണ് ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ എന്താക്കി സൈനികർക്ക് വിതരണം ചെയ്തത് അല്ലേ. അതിൻ്റെ വെടിയുണ്ടകൾക്ക് എന്താണ് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ വെടിയുണ്ടകൾക്ക് എന്താണ് ഗ്രീസ് പുരട്ടിയ എന്താണ് ഒരു കവർ ഉണ്ടായിരുന്നു. ഗ്രീസ്ഡ് പേപ്പർ കവറായിരുന്നത് അതിൻ്റെ വെടിയുണ്ടകൾക്ക് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് എന്താണ് ഇത് കടിച്ചിട്ട് എന്താണ് ഗണ്ണിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം അല്ലേ. ഈ വെടിയുണ്ട എന്താണ് വെടിയുണ്ട
കൊടുത്തല്ലോ. ആ വെടിയുണ്ടകൾ ഗ്രേസി പുരട്ടിയ ഒരു കവർ ഉണ്ടായിരുന്നു, ഒരു കടലാസ് കവർ ഉണ്ടായില്ലേ. ഈ തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് എന്താക്കുക, ഈ കവർ കടിച്ച് കീറണമായിരുന്നു അല്ലേ. ഈ കവറിൽ പുരട്ടിയിരുന്നത് എന്താണ്, കവറിൽ പുരട്ടിയിരുന്നത് പിഗ് ഫാറ്റും കൗ ഫാറ്റും ഒക്കെ അല്ലേ, കൗ ആൻഡ് പിഗ് ഫാറ്റും ഒക്കെ ഇരുന്നു എന്നാണ് ഒരു തരം ആ പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസാണ് എന്നാണ് ഈ സൈനികർക്ക് ഇടയിലുണ്ടായത് ഒരു പ്രചരണം അല്ലേ. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു അല്ലേ. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ച ആരാണ്, ബരക്പൂരിലെ സൈനികരായിരുന്നു, മംഗൾ പാണ്ഡെ ആയിരുന്നു അല്ലേ. ഇതിനെതിരെ എന്താക്കി, ബരക്പൂരിലെ സൈനികരായിരുന്ന ആരാ, മംഗൾ പാണ്ഡെ ആയിരുന്നു അതിനെതിരെ പ്രതികരിച്ചത് അല്ലേ. അപ്പൊ തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിനെ നിർബന്ധിച്ച ഒരു ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചു ആര്, മംഗൾ പാണ്ഡെ അല്ലേ. അപ്പൊ എന്താക്കി, അദ്ദേഹത്തെ എന്താക്കി, തൂക്കിലേറ്റി. മംഗൾ പാണ്ഡെയെ 1757 ഏപ്രിലിൽ എന്താക്കി, ഈ മംഗൾ പാണ്ഡെ അല്ലേ അവരെ തൂക്കിലേറ്റി. അങ്ങനെ 1857 എന്താണ് കലാപം റിബല്യൻ ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. എന്താണ്, 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. കണ്ടോ, ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു 1857 റിബല്യൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പം മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ എന്താക്കി, ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഈ സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ഈ ലഹളകളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ അല്ലേ. പക്ഷെ അവിടെയൊക്കെ എന്താക്കി, ബ്രിട്ടീഷുകാരെന്താക്കി, ലഹള അടിച്ചമർത്തി അല്ലേ. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നു, വളരെ പേരെ പീരങ്കിയുണ്ടാക്കി ആക്കി അല്ലെ, പീരങ്കി വെച്ച് കൊന്ന്. പിന്നെന്താണ്, അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തല കീഴായി കെട്ടിത്തൂക്കി. അവധിയിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെടുന്ന 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു അല്ലെ. അവരിൽ എന്താണ്, ഈ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം ആൾക്കാരുണ്ടെന്ന് വെച്ചാൽ അതിൽ 1 ലക്ഷവും സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു അല്ലെ. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അപ്പൊ കലാപത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു അന്ന് അല്ലെ. ബ്രിട്ടീഷുകാർക്കെതിരാണ് എല്ലാവരും എന്താക്കിയത്, സമരം നടത്തിയത് അല്ലെ. അപ്പോൾ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു അന്ന് റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ആരാത്, നാനാ സാഹിബ്, പിന്നെ ടാംജിയാർ ടോപ്പ്, ബീഗം ഹസ്രത് മഹൽ അല്ലേ. അപ്പം ഹിന്ദു മുസ്ലിം യൂണിറ്റി ആണ് നമ്മളെ ഇന്ത്യയിൽ അന്ന് എന്താക്കിയത്, റിയൽ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ കലാപങ്ങൾക്കൊക്കെ കേട്ടോ. ഇതൊക്കെ എന്താണ്, ആർക്ക് എതിരാണ് ഇതൊക്കെ ഈ കലാപം നടത്തിയത്, ബ്രിട്ടീഷുകാർക്ക് എതിരാണ് കലാപം നടത്തിയത് അല്ലേ. ഇന്ത്യക്കാരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന്, ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം സിഖ് ക്രിസ്ത്യൻ എല്ലാവരും എന്താണ് ഒരുമിച്ച് നിന്നിട്ട് എന്താക്കി, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തി. Did you read the story of Kanwar Singh? Many patriots like this fought against the British. Let us know some of them. അപ്പം നോക്കിയേ, എന്താണ് കൻവർ സിംഗിന്റെ കഥ നിങ്ങൾ വായിച്ചില്ലേ മുകളിൽ. ഇതുപോലെ ധാരാളം ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട് അല്ലേ. അവരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം. ആരൊക്കെയാന്നുള്ളത് നോക്കിയേ. വെന്യൂ ഓഫ് ദ റിബല്യൻ, കലാപം നടന്ന സ്ഥലം, ഡൽഹിയിൽ നടന്ന സ്ഥലത്തിന് ആരാണ് നേതൃത്വം നൽകിയത്, ബഹദൂർ ഷാ രണ്ടാമൻ അല്ലേ. ഫീച്ചർ എന്താ അതിന്റെ സവിശേഷത, റിബൽസ് ഡിക്ലെയർഡ് ഹിം ദ എംപറർ ഓഫ് ഇന്ത്യ ആഫ്റ്റർ ദ റെവല്യൂഷൻ. ദ ബ്രിട്ടീഷ് എക്സൈൽഡ് ഹിം ടു റംഗൂൺ അല്ലേ. എന്താണ്, കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു അല്ലേ. ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ഈ ബഹദൂർ ഷാനെ പ്രഖ്യാപിച്ചു. പിന്നെ വിപ്ലവാനന്തര ബ്രിട്ടീഷുകാർ എന്താക്കി, റാങ്കൂണിലേക്ക് നാടുകടത്തി ഈ ബഹദൂർ ഷാനെ. ഈ ജനറൽ ബഗ്ഗാൻ, അതും ഡൽഹിയിലാണ് അല്ലേ അദ്ദേഹവും. മിലിറ്ററി ജനറൽ ഓഫ് ബഹദൂർ ഷാ ടു അല്ലേ. അപ്പോൾ ജനറൽ ഭക്തിഖാൻ ആരാണ്, ഭക്തിഖാന് ബഹദൂർ രണ്ടാമന്റെ സൈനിക ജനറലാണ് അല്ലേ. പിന്നെന്താ ഝാൻസി റാണി ലക്ഷ്മിബായി അല്ലേ. എന്താണ്, റാണി ലക്ഷ്മിബായി ആണെന്ത് സ്ഥലമാണെന്ത്, ഝാൻസി അല്ലേ. അത് ആ കലാപത്തിന് നേതൃത്വം നൽകിയ ആരാണ്, റാണി ലക്ഷ്മിബായി ആണ് അല്ലേ. ആരാണ് അദ്ദേഹം, അവര് റൂളർ ഓഫ് ഝാൻസിയിലെ റൂളറാണ് അല്ലേ.
പിന്നെ നോക്കിയേ കാൺപൂരിൽ നാനാ സാഹിബും ടാൻറ്റിയ ടോപ്പും അല്ലെ. നാനാ സാഹിബ് ആരാ? റൂളർ ഓഫ് മറാത്ത അല്ലെ, മറാത്ത ഭരണാധികാരിയാണ്. താന്തിയ ടോപ്പി ആരാണ്? നാനാ സാഹിബിന്റെ സൈനിക തലവനാണ്. പിന്നെ ആർമി ചീഫാണ്. പ്രാക്ടീസ്ഡ് ഗുറില്ല വെൽഫെയർ അല്ലെ, ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു. പിന്നെ ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ അല്ലെ, അവര് റൂളർ ഓഫ് ഔദ് അല്ലെ, ഔദിലെ ഭരണാധികാരിയായിരുന്നു. പിന്നെന്താണ് ആരാ ഇൻ ബീഹാർ? കൻവർ സിംഗ്. എന്താണ്? ഫാർമർ ലോർഡ് ഓഫ് ജഗദീഷ്പൂർ. എന്താണ്? ബീഹാറിലെ കലാപം നടന്ന സ്ഥലം അല്ലെ, കലാപത്തിന് നേതൃത്വം നൽകിയ കൻവർ സിംഗ് ആണ് അല്ലെ, ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ് അല്ലെ. നോക്ക് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ, ഔദിൽ എന്താണ് 1 ലക്ഷം ആൾക്കാർ, 1.5 ലക്ഷം ആൾക്കാർ എന്താണ് പങ്കെടുത്ത്, അതിൽ 1.5 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടല്ലോ അല്ലെ. ഔദിൽ മാത്രം നടന്ന കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേര് എന്താണ്? സാധാരണക്കാരായിരുന്നു കേട്ടോ. 1 lakh വേറെ സിവിലിയൻസ് ആയിരുന്നു അല്ലെ. 1.5 lakh ആൾക്കാർ എന്താക്കി? ഈ ഔദ് റിയോട്ടിൽ എന്താണ് കൊല്ലപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ 1 lakh സിവിലിയൻസ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത് എന്താ പറയുന്നത് നോക്കിയാൽ, ദ റിബല്യൻ ഓഫ് 1857 ഹാഡ് സർട്ടൻ ലിമിറ്റേഷൻസ്. എന്താണ് അവിടെ പറയുന്നത്? 1857 ഈ കലാപത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയാ ലിമിറ്റേഷൻസ് നോക്കിയാൽ, ദ റിബല്യൻ വാസ് കൺഫൈൻഡ് ടു എ ഫ്യൂ പാർട്ട് ഓഫ് നോർത്തേൺ ഇന്ത്യ. കലാപം എന്താണ്? നോർത്തേൺ ഇന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി അല്ലെ. പിന്നെന്താണ്? ദ റിബല്യൻ ഹാഡ് നോ ഓർഗനൈസ്ഡ് ലീഡർഷിപ്പ്. എന്താണ്? നോക്കൂ, ആദ്യം എന്താ പറഞ്ഞത്? ഈ റിബല്യൻ എന്താണ്? റിബല്യൻ കുറച്ച് നോർത്തേൺ ഇന്ത്യയിലെ കുറച്ച് പാർട്സിൽ മാത്രമായിട്ട് ഒതുങ്ങി. പിന്നെന്താണ്? ഈ റിബല്യൻ എന്താണ്? ഒരു ലീഡർഷിപ്പ് ഇല്ലായിരുന്നു അല്ലെ, ഒരു ലീഡർഷിപ്പ് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല ഈ കലാപത്തിന്. പിന്നെന്താണ്? കമ്പനി ആർമി ഹാഡ് മോർ ഇംപ്രൂവൈസ്ഡ് മിലിറ്ററി ആൻഡ് ഓർഗനൈസേഷൻ സ്കിൽ ദാൻ ദ മ്യൂട്ടീനിയേഴ്സ്. എന്താണ്? ഈ കലാപകാരികളെക്കാൾ അല്ലെ, മ്യൂട്ടീനിയേഴ്സിനേക്കാളും എന്താണ് മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും എന്താണ് ഈ കമ്പനി ആർമിക്ക് ഉണ്ടായിരുന്നു അല്ലെ. പിന്നെന്താണ്? ദ മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ ജനറലി ഡിഡ് നോട്ട് സപ്പോർട്ട് ദ റിബല്യൻ. പിന്നെന്താ? ഇന്ത്യയിലെ ഈ മിഡിൽ ക്ലാസ് പൊതുവെ കലാപത്തെ എന്താക്കിയില്ല? സപ്പോർട്ട് ചെയ്തില്ല. പിന്നെന്താ പറയുന്നത്? എ സെക്ഷൻ ഓഫ് എ പ്രിൻസ്ലി റൂളേഴ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ റിബല്യൻ. പിന്നെന്താ? ഈ പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെ, പ്രിൻസ്ലി റൂളേഴ്സ്, നാട്ടുരാജ്യങ്ങളെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപങ്ങളിൽ നിന്നും വിട്ടുനിന്നു. ഓക്കെ, ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് അല്ലേ. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷൻസ് ഒക്കെ പഠിക്കണേ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ, അടുത്തെന്താ പറഞ്ഞേ? ദോ ദ റിവോൾട്ട് ഓഫ് 1857 വാസ് സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്, ഇറ്റ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ലേറ്റർ ഇന്ത്യൻ ഹിസ്റ്ററി. ലെറ്റ് us check what they are. അപ്പോൾ എന്താണ്? 1857 ഈ കലാപത്തെ, ഈ റിബല്യനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയില്ലേ. അവ ഏതെല്ലാം നമുക്ക് പരിശോധിക്കാം. ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് റൂൾ ഇൻ ഇന്ത്യ എൻഡഡ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു അല്ലെ. ഈ റിബല്യനൊക്കെ നടന്നുകൊണ്ടാണ് എന്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് അല്ലെ. അതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ ഇന്ത്യയിൽ അവസാനിച്ചു പറയുന്നത്. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യ കേം അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ് ക്യൂന്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ദ പൊസിഷൻ ഓഫ് ഗവർണർ ജനറൽ വാസ് റീപ്ലേസ്ഡ് ബൈ വൈസ്രോയ്. പിന്നെന്താണ്? ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയ് എന്ന പദവി നിലവിൽ വന്നു. ഇറ്റ് ഇൻസ്പയർഡ് ഇന്ത്യസ് ലേറ്റർ നാഷണൽ മൂവ്മെന്റ്സ്. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് എന്താണ്? ഇതൊരു പ്രചോദനമായി അല്ലേ. ഫോറിനേഴ്സ് ഹു കെയിം ഫോർ ട്രേഡ് ഗെയിൻഡ് പൊളിറ്റിക്കൽ പവർ ഇൻ ഇന്ത്യ. ദ സബ്സീക്വന്റ് നാഷണൽ സ്ട്രഗിൾ വെർ fueled by the resistance and movements of people in various regions in India against this. കച്ചവടത്തിനായി വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു അല്ലെ. അവർ ട്രേഡിനാണ് ഇവിടെ വന്നത് അല്ലെ. പക്ഷെ എന്താണ്? അവർ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്തു. ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് എന്താക്കിയത്? പവർ നൽകിയത് അല്ലെ. അപ്പൊ എന്താ ഇവിടെ നോക്കിയ എന്താണ്? ദ റിബല്യൻ ഓഫ് 1857 ഫിലിം ആൻഡ് ലിറ്ററേച്ചർ. 1857 കലാപം, സിനിമയും സാഹിത്യവും. മോഹൻ സിൻഹയുടെ 1857 കേതൻ മെഹ്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ, ദ റൈസിംഗ് ക്രഷ്, ജഗർലാമുഡിയുടെ മണികർണിക, ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. ഓക്കെ, 1857 റിവോൾട്ടിൽ ഇതാക്കി നിർമ്മിക്കപ്പെട്ടവയാണ് അല്ലെ.
മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. ഓക്കെ ഓക്കെ അപ്പോൾ എത്രയാണ് നിങ്ങളെ ചാപ്റ്റർ ഉള്ളത്. എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റീസ് എന്താ പറയുന്നത്? പോർച്ചുഗീസുകാർക്ക് മുമ്പ് ഇന്ത്യ സന്ദർശിച്ച വിദേശികളെ കുറിച്ചുള്ള വിവരണങ്ങൾ, അവരുടെ യാത്രാ വിവരണങ്ങൾ തുടങ്ങിയ കണ്ടെത്തിയ ഒരു പതിപ്പ് തയ്യാറാക്കുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കർഷക, ഗോത്ര, വനിത മുന്നേറ്റങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിച്ച ഒരു ലേഖനം തയ്യാറാക്കുക. 1857 കലാപ കേന്ദ്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരെയും ഉൾപ്പെടുത്തിയ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന ഡോക്യുമെൻ്ററിയിൽ ഒരു തിരക്കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. ചിലതൊക്കെയാണ് കാണാപ്പാഠം പഠിക്കാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, പോയിന്റുകളൊക്കെ എഴുതി വെക്കുക, എന്നിട്ടത് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.